ജനപ്രിയ ഇനമായ മോണോ ആക്ട് തന്നെയാണ് ഇക്കുറിയും വേദികളിലെ താരം. സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പ്രകൃതി വരെ മോണോ ആക്ടിലൂടെ വേദിയിലെത്തി. ഇനി ബാക്കി വേദി 7 വാമനപുരം നദിയിൽ കാണാം. സംസ്ഥാന കലോത്സവത്തിൽ എക്കാലത്തും ജനപ്രിയ താരങ്ങളാണ് മിമിക്രിയും മോണോ ആക്ടുമെന്ന്. പക്ഷേ മോണോ ആക്ടിൽ ഇക്കുറി പെൺകുട്ടികളും ആൺകുട്ടികളും കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് കണ്ടു തന്നെ അറിയണം. എക്കാലത്തും കലോത്സവ വേദികളിൽ ജനപ്രിയമാണ് മോണോ ആക്ട്. ഇപ്പോൾ നടക്കുന്ന സാമൂഹ്യ വിഷയങ്ങൾ ഉൾപ്പെടെ വേദികളിൽ എത്തുന്ന അപൂർവത. അഭിനയ മികവിലൂടെയും കഥാപാത്രങ്ങൾക്ക് ഒറ്റയാൾ ജീവിതം നൽകിയ ഏകാംഗ അഭിനയം. അറുപത്തിമൂന്നാമത് സംസ്ഥാന കലോത്സവത്തിൽ ഇക്കുറി പ്രളയവും വയനാട് ദുരന്തവും സ്ത്രീ വിഷയങ്ങളും എല്ലാം ഒഴുകിയെത്തി. പ്രളയവും പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്ന മനുഷ്യ കടന്നുകയറ്റവും വേദിയെ ഉണർത്തി. കാടിന്റെ മക്കള് കാടങ്ങി വരണത് വരവല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. മാളോരെ ജന്തു ജീവജാലങ്ങൾ ഇനിയും കാടിറങ്ങി വരും. കാടില്ലാതായാൽ അവർ എന്തു ചെയ്യും? നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമവും കടന്നുകയറ്റവും സ്ത്രീ അവലയല്ലെന്നും ആൺകുട്ടികളുടെ മോണോ ആക്ടിലൂടെ അവർ തന്നെ വിഷയമാക്കി തെളിയിച്ചു. പെൺകുട്ടികളുള്ള ഓരോ അമ്മമാരുടെ അപേക്ഷയാണിത്. പ്രിയമുള്ളവരെ, കൺമണിയുടെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, പീഡനത്തിനിരയായവരുടെ ശക്തിയും ധീരതയും നമ്മുടെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാധ്യമങ്ങളുടെ ധാർമ്മികത ചർച്ച ചെയ്തതായിരുന്നു പെൺകുട്ടികളുടെ മോണോ ആക്ടിലെ ഹൈലൈറ്റ്. കിടന്നുറങ്ങാൻ ഭൂമിക്കായി പോരാടുന്ന സാധുജനത്തെയും അഭിനയത്തിലൂടെ നിറഞ്ഞ വേദിയിലേക്ക് എത്തിച്ചു. പ്രകൃതി ദുരന്തവും ഒപ്പം വയനാട് അതിജീവനവുമൊക്കെ കഥകളായും അഭിനയവുമായും അരങ്ങിലെത്തി. ആവർത്തന വിരസത ഇക്കുറിയും ജഡ്ജസിന് മുൻപിലേക്ക് ആവർത്തിച്ചു തന്നെ എത്തുന്ന കാഴ്ച. അതാണ് മോണോ ആക്ട് വേദിയിൽ കാണാനായത്. ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം എസ് ശാലിനി, തിരുവനന്തപുരം.